ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവക്കാഡോ കൊണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ഹെൽത്തി റെസിപ്പീസ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി വന്നിട്ട് അവക്കാഡോ ടോസ്റ്റ് ആട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വറ്റൽമുളക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യിട്ട് ഒന്ന് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡോ വീറ്റ് ബ്രെഡോ ഇല്ലെങ്കിൽ നോർമൽ ബ്രെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് നിങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 4 ബ്രെഡ് ആട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള, തക്കാളി, ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിവിടെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് മതി. അധികം നേരമൊന്നും വേകേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് നിങ്ങളുടെ ടേസ്റ്റിന് ബേസ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റും കൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. അധികം നേരം നമ്മൾ ഇങ്ങനെ സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തീരാവുന്ന ഒരു ഡിഷാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് അവക്കാഡോ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അവക്കാഡോ ആട്ടോ എടുക്കുന്നത്. അവക്കാഡോ നമ്മൾ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണേ. ഇവിടെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവക്കാഡോ എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ആകെ 3 ബ്രെഡിനാട്ടോ ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. സിംഗിൾ ബ്രെഡ് ആണെങ്കിൽ ഏകദേശം ഒരു 4 വരും. അപ്പോൾ ഈ ഒരു അവക്കാഡോ ഇട്ടിട്ട് അത് നല്ലോണം മാഷ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുക്കാം. ഇത് അധികം ഒന്നും പിഴിയേണ്ട ആവശ്യമില്ല, കുറച്ച് പിഴിഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ കുറച്ച് പിഴിഞ്ഞിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച് ഈ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊന്ന് നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് അവക്കാഡോയിലൊക്കെ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡിലൊക്കെ ഇങ്ങനെ തേച്ച് തിന്നാത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് സാധാരണ എല്ലാവരും ചെയ്യണത് ഇങ്ങനെ പച്ചക്കൊക്കെ അരിഞ്ഞിടുന്നതാണ്, ഈ സവാള, ക്യാപ്സിക്കം, തക്കാളിയൊക്കെ. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് ഇട്ടിങ്ങനെ സോട്ട് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് തന്നെ എനിക്ക് അവക്കാഡോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഡിന്നറിനായാലും ഇപ്പോൾ നമ്മൾ ടയേർഡായിട്ട് അന്നത്തെ ദിവസം നമുക്കൊരു ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത റെസിപ്പി വന്നിട്ട് അവക്കാഡോ ബനാന സ്മൂത്തിയാണ്. അപ്പോൾ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് പഴം ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഈ ഫ്രീസ് ചെയ്ത പഴവും പിന്നെ ഒരു അവക്കാഡോയും കൂടി ചേർക്കുന്നുണ്ട്. പഴം പിന്നെ എന്തിൻ്റെ ഒപ്പമായാലും ചേർന്ന് പോകുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഒരു പഴം പിന്നെ ഒരു അവക്കാഡോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തിയാണ്. അടുത്ത റെസിപ്പി വന്നിട്ട് അവോ പാൻ കേക്ക്സ് ആണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് എന്തൊക്കെ പേരിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഞാനിവിടെ ഒരു അവക്കാഡോ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പഴവും കൂടി എടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഒരു പഴവും കൂടി എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പാല് ചേർത്താൽ മതി, അധികം ചേർക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് ഞാനിവിടെ ഒരു മുട്ടയാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറച്ചധികം ആണെങ്കിൽ നിങ്ങൾ 2 മുട്ട യൂസ് ചെയ്തു. ഞാനിവിടെ ഒരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് ഞാനിവിടെ റാഗി പൊടിയാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറോ മൈദ അത്ര ഹെൽത്തി അല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ റാഗിപ്പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ ആയാലും എടുക്കാവേ. ഞാനിവിടെ റാഗി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലോർ ഇടുന്ന സമയത്ത് പാല് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എനിക്ക് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇനി ആഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. കറക്റ്റ് പാകത്തിനാണ് എനിക്ക് പാലൊക്കെ ആഡ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഹണി, ഇല്ലെങ്കിൽ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പഴം ഇട്ടതുകൊണ്ട് അത്യാവശ്യം സ്വീറ്റ്നെസ് കാണും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ആവശ്യമില്ല. അത്ര നിർബന്ധമൊന്നുമില്ല ഹണി ഇടണമെന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്, മെൽറ്റ് ചെയ്തു. ഇത് ഞങ്ങളുടെ വീട്ടിലെ ബട്ടർ ആട്ടോ, അതുകൊണ്ടാണ് അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കണേ, കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബട്ടർ എടുത്തിട്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാറ്റർ എടുത്തിട്ട് നമ്മളിങ്ങനെ പാൻ കേക്ക്സ് പോലെ ഉണ്ടാക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വൈകുന്നേരം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലിങ്ങനെ നമ്മൾ ഹണിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നോർമലായിട്ടും കഴിക്കാം. ഇവിടെ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തേനൊക്കെ കഴിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും കൂടിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ അറിയിക്കണം കേട്ടോ. അടുത്ത റെസിപ്പി വന്നിട്ട് ഒരു സിമ്പിൾ അവക്കാഡോ ടോസ്റ്റാട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിവിടെ ഒരു അവക്കാഡോ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു മുട്ട, ഇത്ര മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒരു ബ്രെഡും കൂടി എടുക്കണം. ബ്രെഡില്ലാണ്ട് പിന്നെ ടോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അവക്കാഡോ എടുക്കുന്നുണ്ട്. നമ്മളത് പതിവ് പോലെ എടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ എനിക്ക് മാത്രമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ആകെ ഒരു സൈഡുള്ള ഒരു അവക്കാഡോ ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മളൊരു ബ്രെഡ് എടുക്കുക, നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വീറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും എല്ലാം തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ വൈറ്റ് ബ്രെഡും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. സൈഡിൽ നമ്മളൊരു ഓംലേറ്റും കൂടി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മുട്ട നിങ്ങൾക്ക് ബുൾസൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുട്ട എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് സെർവ് ചെയ്യാത്ര. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ഈസിയസ്റ്റ് റെസിപ്പി. ഞാൻ എല്ലാം കാണിച്ച എല്ലാ റെസിപ്പീസും ഭയങ്കര ഈസിയാണ്, പക്ഷേ ഇതെല്ലാത്തിനും ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അവക്കാഡോ എടുക്കും, ഒരു പഴം എടുക്കുന്നുണ്ട്, നല്ലോണം സ്ലൈസ് ചെയ്തെടുക്കുക, ഒരു പാത്രത്തിലേക്ക് ഇടുക, തിന്നുക, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും കാണിച്ച റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ അറിയിക്കണേ. ബൈ.